ഇപ്പൊ ഈ ഒരു ഫ്ലാഗ് നിങ്ങൾ കണ്ടല്ലോ, ഈ ഫ്ലാഗ് ഇന്ത്യൻ ഫ്ലാഗ് ആണ്. തുടരെ വരുന്ന 2 ഇമേജും കൂടെ നിങ്ങൾ നോക്കിക്കോ. അതിനകത്ത് ഇന്ത്യൻ ഫ്ലാഗ്, അതേപോലെ ഇസ്രായേലിന്റെ ഫ്ലാഗ്. ആദ്യത്തെ ഇമേജിൽ ഇന്ത്യൻ ഫ്ലാഗ്. അപ്പൊ അവിടെ ആദ്യം തന്നെ ഇന്ത്യ വിരുദ്ധത ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ആണ് അവർ കുറെ കാലം കൊണ്ട് ഈ ഒരു നടപ്പാതയിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. കാരണം അവർക്ക് ഇന്ത്യൻ ഫ്ലാഗിന്റെ മേളിൽ കൂടെ ചവിട്ടി നടന്നാൽ മാത്രമേ അവർക്കൊരു ഉന്മേഷം കിട്ടുള്ളൂ. അല്ലാതെ അവർക്ക് വെറുതെ തറയിൽ നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഇന്ത്യൻ ഫ്ലാഗ് വിരിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പോൾ ഇസ്രായേലിന്റെ ഫ്ലാഗും കൂടെ ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ്. അവർക്ക് ആരൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, അവരുടെ ഫ്ലാഗ് ഒക്കെ അവർ തറയിൽ വിരിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്ലാഗ് അല്ല, ഇത് സ്കൂളിൽ ആ കുട്ടികളുടെ പ്രായം എത്ര ഉണ്ടാവും എന്നുള്ളത് ആ ഇമേജിൽ തന്നെ വളരെ വ്യക്തമാണ്. ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഇന്ത്യ വിരുദ്ധത ആ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ അവർ പടർത്തുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ കക്ഷത്തിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വേണം അവർക്ക്. ഇത്രയും കാലം ഇന്ത്യ തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ ഇരിക്കുന്ന ഒരു രാജ്യം ചെയ്യുന്ന പരിപാടിയാണ് ഇത്. അപ്പൊ ഈ രീതിയിലാണ്, ഇതൊക്കെയാണ് ഇൻഡോക്ട്രിനേഷനിൽ ഇതും ഒരു ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. ഈ ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയപ്പെടുന്നത് ഇതൊക്കെ അതിനകത്ത് വരും. അതായത് മറ്റുള്ള രാജ്യങ്ങളെ വെറുക്കാൻ പഠിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള പരിപാടികളെല്ലാം അവർ ബംഗ്ലാദേശിനുള്ളിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കാണുന്നോ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്നോ ഇതൊന്നും നമ്മളിവിടെ ചോദിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇത് പൊതുവിൽ എനിക്ക് ഇത് കണ്ടപ്പം ഇത് നമ്മുടെ പ്രേക്ഷകരെ ഇത് കാണിക്കണം തോന്നി. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ് ഈ ഇമേജ്. കുട്ടികളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു സമൂഹത്തിൽ ഇത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നതാണ്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഗാസയിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം. പറ്റുമെങ്കിൽ അതിന്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഇംഗ്ലീഷിൽ അതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി പോകുന്നുണ്ട്, അതൊന്ന് വായിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കൊച്ചുകുട്ടി, അതായത് ഗാസയിലുള്ള UNRWAയുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി എന്താണ് പഠിച്ചത്, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. റിപ്പോർട്ടർ ചോദിക്കുമ്പോഴത്തേക്കും ആ റിപ്പോർട്ടറിന് അത് UNWA എന്ന് വന്ന, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ യൂറോപ്യൻ വിങ്ങിൽ നിന്ന് വന്ന ആ ഒരു ഇൻസ്പെക്ടർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന ഉത്തരമാണ് ആ കൊച്ചി എന്താണ് അവിടെ പഠിക്കുന്നത് എന്നുള്ളത്. അതിൽ കൃത്യമായിട്ടുള്ള വിരുദ്ധതയാണ്, മനുഷ്യത്വരഹിതമായിട്ട്. അതായത് അയൽക്കാരോട് എങ്ങനെ പെരുമാറാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് തന്നെയാണ് കൃത്യമായിട്ട് ആ കൊച്ചുകുട്ടി അവിടെ നിന്ന് പറയുന്നത്. أنا اسمي آية أحمد عبد الله السعيد البنا، مدرسة بنات مخيمة الكرم. تتعلمي في المدرسة إشي عن حق حق المقدم ونرجع على بلادنا وهيك. الأساس في المدرسة عن إسرائيل. إنه نطخ. تكره اليهود؟ كتير. ليش؟ لأنهم هم أذونا وهيك وإحنا ناخذ حقنا منهم. برأيك الأقصى مجرد رمز؟ لا، مستعد للقتال عشانها. في مكان اليهود في الأقصى؟ لا. لليهود الحق بالتواجد في فلسطين؟ لا، عشان فلسطين بين اليهود وبين الفلسطينيين؟ لا، إحنا هاي أرضنا. طب إيش اللي شو اللي بتحبي تطلعي عليه على التلفون أكثر إشي؟ إنه أتفرج على الشهداء والمقاومين وحماس. يعني أنت حابة تشاركي في المقاومة؟ ليش؟ أقاوم وأخذ حقنا من إسرائيل وأصير شهيدة. شو بتعلمك المدرسة عن السلام؟ بتعلمني إنه ما نحبش إسرائيل. الشهداء أبطال؟ أبطال كثير. أنت حابة تكون شهيدة؟ عشان نطلع عند رب. അപ്പൊ അതായത് ഇപ്പൊ ഒരു കൊച്ചുകുട്ടി 10 വർഷം കഴിയുമ്പോൾ ഒരു 20+ ഏജിലൊക്കെ ഇരിക്കേണ്ട പ്രായത്തിൽ വരുന്ന ഒരു ടീനേജിൽ എത്തുന്ന കുട്ടികളുടെ മനസ്സിൽ ഏത് രീതിയിലുള്ള മാനിപ്പുലേഷനാണ് ഇവർ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമാറല്ല, 1000 സിനിമാറല്ല, 10000 സിനിമാർ പോയാലും അവിടെ ലക്ഷക്കണക്കിന് സിനിമാറുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു റാഡിക്കലിസത്തിലോട്ട് പോകുമ്പോഴത്തേക്കും അത് ഇന്ത്യക്ക് നല്ലൊരു ത്രെട്ട് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യ കൃത്യമായ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ യുവമാരുടെ ബോർഡറുകൾ കംപ്ലീറ്റ് അടച്ചു പൂട്ടണം. ഇത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ ഇതൊരു തീരാ തൊല്ലയായിട്ട് ഇന്ത്യക്ക് മാറാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പൊ തന്നെ ഓൾറെഡി തൊല്ലയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞാൻ അടുത്ത് വെക്കുന്ന ക്ലിപ്പ് നിങ്ങൾ കണ്ടോളൂ. ഇത് ചിറ്റഗോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഒരു അട്രോസിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മൈനോറിറ്റീസ് വളരെ നല്ല രീതിയിൽ അവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്. അവർക്ക് വെളിയിലിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ശരിക്കും ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ് ഈ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരുപാട് ബന്ധുക്കൾ അവിടെ ഉണ്ട്, ഈ വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിനും തമ്മിൽ. അപ്പൊ അവിടെ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധുക്കൾ ഇവര് ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി അവരുടെ
ഫാമിലീസിനെ റിലേറ്റീവ്സിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ശരിക്കും കശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത്, അതായത് ഇന്ത്യൻ കശ്മീരിലും അത് പാക് ഒക്കുപ്പൈഡ് കശ്മീരിലുമുള്ള ആൾക്കാരും റിലേറ്റീവ്സ് ആണ്. അവിടെ ഇവിടെയും പോകാൻ ഇങ്ങനെയാണല്ലോ വാജ്പേയി ബസ് സർവീസ് തുടങ്ങിയത്, ട്രെയിൻ സർവീസ് തുടങ്ങിയതൊക്കെ. അപ്പൊ അതിനുശേഷം വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ, എങ്ങനെയാണ് കാർഗിൽ ഉണ്ടായതെന്നൊക്കെ. അപ്പൊ അതേപോലെ ഇപ്പൊ ഇവിടെ വെസ്റ്റ് ബംഗാളിലുള്ള ഇന്ത്യൻ സിറ്റിസൺസ് ബംഗ്ലാദേശ് സന്ദർശിക്കുകയും അവിടുത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്. ഒരുപാട് പ്രൊട്ടസ്റ്റ് ഇവിടെ ഇന്ത്യക്കുള്ളിലുള്ള വെസ്റ്റ് ബംഗാളിൽ ഇതിനെയൊക്കെ ചൊല്ലി നടക്കുന്നുണ്ട്. അത് അവിടെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ മൈനോറിറ്റീസിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ചൊല്ലി ഇന്ത്യക്കുള്ളിൽ ഈ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ബംഗ്ലാദേശിലുള്ള ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. അപ്പൊ അവിടെ ഈ പ്രൊഫസർ ഇരുന്നുകൊണ്ട് പ്രൊഫസറാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിന്റെ കീഴിലുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള, അതായത് മെച്യൂരിറ്റി ഇല്ലാത്ത പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അവരാണ് ശരിക്കും ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആ രീതിയിലുള്ള അട്രോസിറ്റി ഡെയിലി തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിടിച്ചുപറി ഒന്നാമത്തെ കാര്യം. അതായത് ഈ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പോവർട്ടി ലൈനിലൊക്കെ കുറച്ച് താഴോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവരെന്താ വെച്ചാൽ ഈ ഒരു അവസരം മുതലെടുത്തോണ്ട് ഈ ബിസിനസ് മാൻ ആയിട്ടുള്ള ആൾക്കാർ, കടകള്, ഹിന്ദുക്കളുടെ കട, പിന്നെ ഇതര മതസ്ഥരുടെ ഷോപ്പൊക്കെ കയറി കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ഇവർ ഖജനാവൊക്കെ കാലിയാക്കി പിറക്കിക്കൊണ്ട് പോവാണ്. ഇതാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ. ഓരോ ഷോപ്പുകളിൽ കയറാണ്, അതായത് കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കുന്ന ഹിന്ദു പ്രൊഫസർമാര്, ഹിന്ദു ടീച്ചേഴ്സ്, ഇവരെയൊക്കെ അവർ വൈരാഗ്യം തീർക്കുന്ന കാര്യമാണ് നടക്കുന്നത് അവിടെ. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ബംഗ്ലാദേശിനെതിരെ നല്ലൊരു നടപടിക്ക് ഇന്ത്യ മുതിരേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന കാര്യം. പക്ഷെ ഇന്ത്യ അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും? ഇന്ത്യ ആണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ്, അങ്ങനെ ഒരു മൾട്ടിപോളർ ഡിപ്ലോമസി ഒക്കെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട്, ഇന്ത്യയുടെ ഗ്രോത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തൊട്ടടുത്തത് ഒരു ചെറിയ അയൽ രാജ്യമായാൽ പോലും ഇന്ത്യ കൂടുതൽ അതൊരു ആക്രമണശക്തമായിട്ടോ അല്ലെങ്കിൽ ഒരു വാറിലേക്കോ അല്ലെങ്കിൽ അടിച്ചമർത്തലേക്കോ പോകണ്ട എന്നുള്ള നിലപാടാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ കുറച്ചുകൂടെ ഇങ്ങനെ സെറ്റ് ബാക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ പോലെ, റഷ്യയെ പോലെയോ അല്ലെങ്കിൽ ചൈനയെ പോലെയോ അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഗ്ലോബൽ ഫേസ് ഉള്ള ഒരു നാടാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ബംഗ്ലാദേശിനെ അടുത്ത് ചമ്മന്തിയാക്കി കൈ കൊടുത്തേനെ. പക്ഷെ അതിനുള്ള സാഹചര്യമല്ല ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കുറച്ച് ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ട്രംപിന്റെ ഒരു ഡെസിഗ്നേറ്റഡ് പൊസിഷൻ ഡേറ്റ് വരെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് തോന്നുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം വരുന്നവരെയാണ്, അതായത് ജാനുവരി 20-21 വരെ ആയിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ബംഗ്ലാദേശ് കടന്നു പോകേണ്ടി വരിക. പക്ഷെ അതിനുള്ളിൽ ഒരുപാട് മൈനോറിറ്റീസിലുള്ള ആൾക്കാർ, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ വധിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. കാരണം നിരുപാധികം യുവമാരെ വധിക്കും. ഇവന്മാരെ പേടിച്ചിട്ടാണ് ഈ തസ്ലീമ നസ്രീൻ എന്ന് പറഞ്ഞ അതുപോലത്തെ എഴുത്തുകാരൊക്കെ അവിടെ നിന്ന് നാട് വിട്ട് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നത്. ഇപ്പൊ ഷേഖ് ഹസീനയും ഇന്ത്യയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പോയ ജീവന് ഭീഷണിയാണ്. ഇവന്മാരെ കൊല്ലും. ഇവന്മാരാകെ നോക്കാൻ ഇത്ര കുരുട്ടിട്ട് ഇത്രയും കുള്ളന്മാരെ പോലെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇവന്മാർ പക്ഷെ 5-6 പേര് ചേർന്ന് കഴിഞ്ഞാൽ ഇവന്മാർ ഒരാളെ നിസ്സാരമായിട്ട് കൊന്നുകളയും. ആ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവന്മാർ. ഇവന്മാരെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അപ്പൊ ഈ രീതിയിലാണ് യുവമാരുടെ സ്വഭാവം ഉള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം യുവമാരെയൊക്കെ നാട് കടത്തണം. ഇന്ത്യക്കകത്തുള്ള ഈ ബംഗാളികളെയൊക്കെ പിറക്കി എത്രയും വേഗം നാട് കടത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഭീഷണിയാവും. കാരണം ബംഗ്ലാദേശിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ യുവമാർ ഇവിടെ നിന്ന് ബോംബ് വയ്ക്കും, ട്രെയിൻ മറിച്ചിടും, ഇവന്മാർ ട്രെയിൻ പാളത്തിൽ കൊണ്ട് സിലിണ്ടർ കൊണ്ടിടും, ഇവന്മാർ പല പരിപാടിയും ചെയ്യും. ഇത് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഭീഷണിയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ബംഗ്ലാദേശ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത് നമ്മൾ ഇറാന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, ഇറാന്റെ ഭാഗത്ത് ഇറാന്റെ വീഴ്ച, അതായത് ബഷർ അൽ അസദ്, സിറിയയിലെ ആ ഒരു ലീഡറിന്റെ വീഴ്ച, അയാളുടെ ഒരു പതനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാന്റെ റെജിമിനെ അത് നല്ല രീതിയിൽ വീക്കൻ ചെയ്യും. ഏതാണ്ട് 2008 മുതൽ 2016 വരെ FATF-ന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇറാൻ. FATF എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. അവരാണ് ഈ ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കണം, ആർക്കൊക്കെയാണ് ഈ നമ്മൾ ലോൺ എടുക്കുമ്പോൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമല്ലോ, അതേപോലെ ഒരു നാടിന്റെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഈ FATF എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവരുടേതായിട്ടുള്ള ഈ ഒരു ഇലിസിറ്റ് മണി ട്രാൻസാക്ഷൻസ്, ടെററിസ്റ്റ് ഫണ്ടിങ്, മണി ലോണ്ടറിങ്, ഇമാതിരിയുള്ള ബ്ലാക്ക് മണി ഇടപാട്, ഇതേപോലെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കൽ, ഇതേപോലത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവരെ ബാൻ ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റ് വെച്ചിരുന്നതാണ്. ഈ 2016 ബറാക് ഒബാമയുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ന്യൂക്ലിയർ സൈൻ ഡീൽ ഒപ്പിട്ട് കൊടുത്തതോടുകൂടിയാണ് ഇവരുടെ ബ്ലാക്ക് ലിസ്റ്റ് മാറ്റി ഗ്രേ ലിസ്റ്റിലോട്ടാക്കി ഇവർ പതിയെ എലിവേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. വീണ്ടും ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി ഇവർ വീണ്ടും ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതുവരെ ആ ബ്ലാക്ക് ലിസ്റ്റിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവർ ബ്ലാക്ക് ലിസ്റ്റ് തന്നെയാണ് തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പ്രശ്നം ലോങ് ടൈം ആയിട്ട് ഇവർ വളരെ നീണ്ട കാലയളവിൽ ഇവർ ബ്ലാക്ക് ലിസ്റ്റിൽ തുടർന്നുകൊണ്ട് തന്നെ ഇവരെ സ്വിഫ്റ്റിൽ നിന്നും ഔട്ടാക്കിയിരിക്കുകയാണ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിലൂടെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ മണി ഗ്ലോബൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഒരു മീഡിയേറ്റർ ആണ് ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതൊരു വെസ്റ്റേൺ കൺട്രീസിന്റെ ഒരു ക്രിയേഷൻ ആണ്.
അപ്പൊ ഈ സ്വിഫ്റ്റിൽ നിന്നും ഇപ്പോൾ റഷ്യയും കൂടെ ഔട്ടാണ്. അത് ഈ ഒരു യുക്രൈൻ വാറിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ റഷ്യക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ട്രംപ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സ്വിഫ്റ്റ് ഒക്കെ തിരിച്ച് ആക്ടിവേറ്റ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇറാന് വേൾഡ് ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടത്തില്ല, ഇറാന് പിന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ഒരു ലോൺ കിട്ടത്തില്ല, പിന്നെ ഈ ഗ്ലോബൽ നോംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യങ്ങളുടെ അടുത്തു നിന്നും ഫണ്ടിങ് കിട്ടത്തില്ല. അത് നമ്പർ 1 ആണ്. ഇത് പാകിസ്ഥാനേക്കാളും വേഴ്സർ സിറ്റുവേഷനിലാണ് ഇറാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ ഇപ്പം ജപ്പാൻ അവരുടെ വെറ്റ്ലാൻഡ്, അതായത് അവരുടെ പിന്നെ കടൽ തീരത്തുള്ള അല്ലെങ്കിൽ പിന്നെ അവരുടെ നദീതീരങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ അവർക്ക് വെറ്റ്ലാൻഡ് ഒക്കെ അവർക്ക് കൃഷിഭൂമിയായിട്ട് മാറ്റാനുള്ള ഒരു ടെക്നോളജി ജപ്പാന്റെ കയ്യിലുണ്ട്. കാരണം ജപ്പാന് സ്ഥലം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവർ വാട്ടറിലാണ് പകുതി മുക്കാൽ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള കൃഷിയൊക്കെ അവർ വാട്ടറിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ വെറ്റ്ലാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് അവർ കുറച്ച് ഫണ്ടിങ് ഹെൽപ്പ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് USA ഒരു തടസ്സം ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ഇന്നലെയാണ് അവർ അനൗൺസ് ചെയ്തത് ഞങ്ങൾ ഇറാനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ USA അതിനിപ്പോ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് FATF ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ജപ്പാൻ കുറച്ചുകൂടെ ഉൾട്ട അടിച്ച് നിൽക്കുകയാണ് ഇപ്പം. കാരണം ജപ്പാന് മനസ്സിലായി, കാരണം ഇതിനോട്ട് മുന്നോട്ട് ജപ്പാന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ജപ്പാന്റെ പോപ്പുലേഷനിൽ അവിടെ ഏറ്റവും വയസ്സ് കൂടിയ, അതായത് പ്രായം കൂടിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അവിടുത്തെ യങ്സ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കേണ്ടാത്തൊരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് വിവാഹത്തോടൊന്നും യാതൊരുവിധ താല്പര്യങ്ങളില്ല. അതുകൊണ്ട് അവിടെ പോപ്പുലേഷൻ വളരെ കുറഞ്ഞു വരികയാണ്, യങ് പോപ്പുലേഷൻ. പക്ഷെ ജപ്പാന്റെ കയ്യിൽ നല്ല രീതിയിൽ പൈസയുണ്ട്. പക്ഷെ അത് അവരുടെ നാട്ടിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറവാണ്, പ്രോഫിറ്റും കൂടുതൽ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ജപ്പാന്റെ കയ്യിലുള്ള പൈസ വെച്ചുകൊണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ജപ്പാന്റെ ഫണ്ടൊക്കെ ഇന്ത്യക്കകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ഇറാനിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗം തേടിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ വന്നത് USA-യിൽ നിന്ന്. ഇങ്ങനെ ഒരു, അതായത് ഈ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യം പിന്നെ വെസ്റ്റേൺ കൺട്രീസുമായിട്ടും അമേരിക്കയുമായിട്ടൊക്കെ ഇങ്ങനെ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജപ്പാൻ അവിടെ ചെന്ന് പൈസ ഇടാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ എന്ത് സാഹചര്യമാണ്? അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണേ ഓരോ ഡിപ്ലോമാറ്റിക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുമ്പോഴത്തേക്കും. അപ്പൊ ജപ്പാൻ ഇപ്പൊ പണി കിട്ടി, ജപ്പാൻ ആ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് FATF-ലേക്കുള്ള ആ ഒരു ബ്ലാക്ക് ലിസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ പരിശീലിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം, സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറകോട്ട് നീങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു FATF-ന്റെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ. അതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇറാൻ ഇത്രയും ഫണ്ടുകൾ ചെലവാക്കി ഇവര് 4 സൈഡ് 5 സൈഡിൽ നിന്നൊക്കെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയി. ഇപ്പൊ സംഭവിച്ചത് എന്താണ്? ഹെസ്ബുള്ള ഒരു സൈഡിൽ എത്ര ഹ്യൂജ് ലോസ് ആണ്, അതേപോലെ ഹൂത്തികളുടെ ഭാഗത്ത് വൻ നഷ്ടം, അതേപോലെ ഇപ്പൊ ഗാസയിൽ അവർ മുടക്കിയ മില്യൺ കണക്കിലുള്ള പൈസ, അതും രൂക്ഷമായ നഷ്ടം. ഇപ്പൊ ഒരു സൈഡിലും അവർക്ക് ഒരു സക്സസ് ഉണ്ടായില്ല. ഇപ്പൊ അത് സിറിയയിലിട്ട് അടുത്ത പണി. സിറിയ അറിയാലോ, സിറിയയില് അസാദിന്റെ ഗ്രൂപ്പിന്റെ വളരെ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് ഇറാൻ. അവരിപ്പോ അതാ പരാജയപ്പെട്ടിരിക്കുകയാണ്. അലപ്പോയിലൊക്കെ നല്ല രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നുണ്ട്. അതിൽ ഇന്നലെ സിറിയയില് ഹമാസ് സിറ്റിയിൽ നല്ല രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ബാക്ക് ടു ബാക്ക് 2 സൈഡിലും, അതായത് ഈ റിബൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ സൈഡിൽ നിന്നും അതേപോലെ ഈ ഒരു ഇറാൻ സിറിയ റഷ്യ റെജിമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ട് ബാക്ക് ടു ബാക്ക്. പക്ഷേ പിന്നെ റഷ്യക്ക് പരിമിതികളുണ്ട്. റഷ്യയുടെ കയ്യിൽ നല്ല ഹെവി ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. അവർ അതുകൊണ്ട് സ്പോട്ട് അറ്റാക്ക് കുറെ നടത്തുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കണ്ടെങ്കിൽ ഇപ്പൊ ഈ തുർക്കിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ടെന്റുകളിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുകയാണ്. അതായത് ഈ അസദിന്റെ കീഴിൽ നിന്നും രൂക്ഷമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട്, അതായത് ഇവരുടെ ഒരു റെജിമെന്റിന്റെ കീഴിൽ നിന്ന് ക്രൂരതകൾ ഏറ്റുവാങ്ങി അങ്ങോട്ട് പോയി താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ടെന്റിൽ പോയി താമസിക്കുകയാണ്. ഈ അലപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മിക്സ്ഡ് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്. മെജോറിറ്റി ഈ അലപ്പോ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ് താമസിക്കുന്നത്. അതിൽ നല്ലൊരു വിഭാഗം മുസ്ലിംസ് ഉണ്ട്, സുന്നി മുസ്ലിംസ് ഉണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഈ ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് എന്തായാലും ഇസ്രായേലിന് ഗുണകരമായി. കാരണം ഇസ്രായേല് ഗാസയിൽ ഇപ്പം ഒറ്റ മനുഷ്യന്മാരില്ല എന്നുള്ളതാണ്. ഗാസയിൽ ഇസ്രായേലിന്റെ ഫ്ലാഗ് നല്ല ഒരു ഉയരത്തിൽ പരത്തി വിട്ടിരിക്കുകയാണ്. ഒറ്റ മനുഷ്യന്മാരില്ല അതിനെ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജബാലിയ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഹമാസിന്റെ കോട്ടയായിരുന്നു, ഹമാസിന്റെ താവളമാണ്. ഈ ജബാലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്വാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഈ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. ആ ഹോസ്പിറ്റലിനുള്ളിൽ മൊത്തത്തിൽ ടെററിന്റെ പിന്നെ താവളമായിരുന്നു ഈ ഹോസ്പിറ്റൽ. അപ്പൊ ആ ഭാഗത്തൊക്കെ ഇപ്പൊ ഒറ്റ മനുഷ്യന്മാരല്ല, ഒറ്റ ബിൽഡിങ്ങുകളില്ല എന്നുള്ളത്, അടിച്ച് നിരത്തിയിട്ടിരിക്കുകയാണ് എല്ലാം. അവിടെ ഒരു ഫ്ലാഗും ഇങ്ങനെ ഇസ്രായേലിന്റെ ഫ്ലാഗ് ഒറ്റയ്ക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു മനുഷ്യന്മാരില്ല, ഒരു ഹമാസിന്റെ ഒറ്റ പോരാളി ഇല്ല അത് എടുത്ത് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രീതിയിലാണ് അത് നിൽക്കുന്നത്. അപ്പൊ ഇത്രമാത്രം അവിടെ പിന്നെ ഒരു വിക്ടറി എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ നിങ്ങൾ നോക്കിയ ഒരു വണ്ടി വരുന്നുണ്ട്. ഇതൊരു ഇസ്രായേലി ബറ്റാലിയന്റെ ഒരു റൈഡിംഗ് വെഹിക്കിളാണ്. അവരൊരു നോർമൽ സെർച്ചിന് വരികയാണ്, നോർമൽ റൗണ്ട്സിന് വരികയാണ് അവർ. ആ വരുന്ന സമയത്ത് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കല്ലെടുത്തെറിയാണ്. കാരണം ഇപ്പൊ അവിടെ വേറെ മാർഗ്ഗമില്ല. ഇപ്പൊ കല്ലെടുത്തെറിയാന്നുള്ള മാർഗമേ ഉള്ളൂ.
പക്ഷെ എന്നാൽ അവർ റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല, അവർ പോവുകയാണ് ചെയ്തത്. കാരണം ഈ കല്ലെടുത്ത് എറിയുന്നത് ചിലപ്പോൾ കൊച്ചു കുട്ടികളാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെയൊക്കെയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അപ്പൊ അത് നേടിയ കുട്ടികൾ ഇസ്രയേലിന്റെ വാഹനം എന്ന് കാണുമ്പോഴത്തേക്ക് അവരിങ്ങനെ കല്ലെടുത്ത് എറിയുന്നതാണ്. അവരെ തിരിച്ചടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അവർ സുമേധ അങ്ങ് പോകുന്നതാണ്. ഈ ഒരു രംഗങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് ശരിക്കും. പിന്നെ ഇറാനിലെ ഹിജാബ് ലോ, ഈ ഒരു ഹിജാബിനെ കുറിച്ചുള്ള ഒരു തർക്കവും അതിനെക്കുറിച്ചുള്ള ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു 2-3 വർഷമായിട്ട്, അതായത് ഒരു 2022 ഈ മഹ്സ അമീനിയുടെ ഒരു കൊലപാതകത്തിന് ശേഷം തന്നെ അവരിങ്ങനെ ഒരു ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഫയലിൽ കുറെ നാളുകൊണ്ടേ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ലോ ഒക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മിഡിൽ മെന്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മിഡിൽ സപ്പോർട്ടർ. അതായത് കൂടുതലായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഇസ്ലാമിക് സപ്പോർട്ട് ഇല്ല, അതേപോലെ തന്നെ വളരെ ലിബറൽ ആയിട്ടുള്ള ആളുമല്ലാത്ത ഒരു മോഡറേറ്റ് മുസ്ലിം സപ്പോർട്ടർ ആയിട്ടുള്ള ആളാണ് ഈ പെസസ്കിയാൻ എന്ന് പറഞ്ഞ ഈ പ്രസിഡന്റ്. അയാളെ തെരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഇതാണ്. അയാൾ വന്ന് പൊസിഷനിൽ കയറിയിട്ട് മാസങ്ങളായി, ഇപ്പോഴും ആ ഒരു ലോ അമെന്റ്മെന്റിൽ വന്നിട്ടില്ല. ആ ലോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് ഈ മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള അത്ര കർശനമായ രീതിയിലുള്ള ഹിജാബ് ധരിക്കണ്ട, കുറച്ച് ലിബറൽ ആവാം എന്നുള്ള രീതിയിലാണ്. അതിൽ തന്നെ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ അവിടെ ഈ അഫ്ഗാനിൽ നിന്ന് വന്ന ഷിയ മുസ്ലിംസ് അവിടെ ഉണ്ട്, അതേപോലെ ഇറാനിലുള്ള മുസ്ലിംസ് അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഇറാനിൽ നിന്നും വെളിയിൽ പോയിട്ട് ഫോറിൻ നാഷണാലിറ്റി മേടിച്ചിട്ട് പിന്നെ ഇറാനിൽ വന്ന് കോളേജ് എഡ്യൂക്കേഷൻ തുടരുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു കൾച്ചറാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിൽ ഫോറിനേഴ്സിന് ഒരു റൂൾസും അവിടുത്തെ ഇറാൻ നാഷണൽസിന് ഒരു റൂൾസും, ആ രീതിയിലുള്ള ഒരു പർദ നിയമമാണ്. നിങ്ങൾ ആലോചിച്ചോ, ഒരു മനുഷ്യൻ തുണി ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം മെനക്കെടണോ? ഒരു ഗവൺമെന്റിന്റെ ജോലിയാണോ എന്ത് തുണി ഇടണം എന്നുള്ളതിനുള്ള ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം മെനക്കെടുക എന്നുള്ളത്? അപ്പൊ ഇത്തരം മറ്റുള്ളവരുടെ വസ്ത്രത്തിലാണ് ഇവന്മാരുടെ സർക്കാരിന്റെ ഭരണവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് എന്ത് രീതിയിലുള്ള നിയമമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആക്കി അതിനെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതുവരെ എന്താണ് ഹിജാബ് ലോ, ഇത് എന്താണ് നിങ്ങൾ പാസ്സാക്കിയതെന്ന് ഒരു മനുഷ്യനും തുറന്ന് ജനങ്ങളുടെ അടുത്ത് പറയാനുള്ള ധൈര്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അവസ്ഥ. കാരണം അവിടെ ഇപ്പോഴും ആ ഒരു ഈ മുഖം മറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആരുടെ ഉത്തരവിന് വേണ്ടിയിട്ടാണ് ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്നത് അറിയത്തില്ല. ലോ ഒക്കെ പാസ്സായി എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഷിയ മുസ്ലിംസിന്റെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഇന്നലെ പാകിസ്ഥാനിൽ ഏതാണ്ട് 130 ഷിയ മുസ്ലിംസ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഈ കലാപത്തിന്റെ ഇടയിൽ അങ്ങോട്ട് പരുക്കും അടിയൊക്കെ അതിൽ 13 പേര് ആദ്യം തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പരിക്കേറ്റ ആൾക്കാരിൽ ഏതാണ്ട് 50 പേര് ഇന്നലെ മരണപ്പെട്ടു, ഹോസ്പിറ്റലിൽ കിടന്ന ആൾക്കാർ. പിന്നെ ലഹള വേറൊരു ഭാഗത്തുണ്ടായി, അവിടെ ഉണ്ടായ ഡാമേജും കൂടെ കൂട്ടിയിട്ടാണ് ഏതാണ്ട് 130 ഷിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തികച്ചും പാകിസ്ഥാനിലെ ഒരു അവസ്ഥ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഷിയ സുന്നി ഒരു ക്ലാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി അതായത് ഈ മിഡിൽ ഈസ്റ്റ്, അതേപോലെ ഏഷ്യൻ സൈഡിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇവിടെ എല്ലാം ഈ ഒരു അന്തരീക്ഷം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.